നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചൈന കോളനിയിലെ കുട്ടികൾക്കിടയിലുണ്ടായ ഭക്ഷ്യവിഷബാധയിൽ എന്നെ കുരിശിലേറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് വസ്തുതാവിരുദ്ധമാണ്. ഇത് സംബന്ധിച്ചുള്ള എല്ലാ ഉത്തരവാദിത്വവും ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിനാണ്. ഹലോ സൗമ്യ, അനു ഇപ്പൊ ശാലിനി മേഡത്തെ കാണാനല്ലേ പോയിരിക്കുന്നേ? അതെ. ശാലിനി മേഡത്തോട് ഇപ്പൊ പുറത്തോട്ടൊന്നും ഇറങ്ങരുതെന്ന് പറയേ. എന്താ സൗമ്യ? ശാലിനി മാഡം ഇപ്പൊ കളക്ട്രേറ്റിലോട്ട് വന്നോണ്ടിരിക്കുക. മാഡത്തിന്റെ കാറിലാ ഞാൻ. എന്താ അനു? മാഡം ആ ന്യൂസ് ചാനലൊന്ന് വച്ചു നോക്കി. ചൈന കോളനിയിലെ കുട്ടികൾക്കിടയിലുണ്ടായ ഭക്ഷ്യവിഷബാധയിൽ എന്നെ കുരിശിലേറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് വസ്തുതാവിരുദ്ധമാണ്. ഇത് സംബന്ധിച്ചുള്ള എല്ലാ ഉത്തരവാദിത്വവും ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിനാണ്. നിങ്ങളായിരുന്നില്ലേ ഏണിംഗ് മെമ്പർ പദ്ധതിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ? തുടക്കത്തിലായിരുന്നു. അതിനുശേഷം എന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി കളക്ടർ തന്നെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയായിരുന്നു. എന്തായിരുന്നു ചെയർമാൻ സ്ഥാനത്തു നിന്നും നീക്കാനുള്ള കാര്യം? ഫയലിൽ ഒപ്പിടാൻ ഞാൻ വിസമ്മതിച്ചതുകൊണ്ട്. എന്തായിരുന്നു താങ്കൾ ഒപ്പിടാൻ വിസമ്മതിച്ചതിന്റെ കാരണം? പദ്ധതികളുടെ പേരിൽ കോടികളുടെ അഴിമതി നടക്കുന്നുണ്ടെന്ന് ഞാൻ സംശയിച്ചു. അതുമാത്രമല്ല, സർക്കാർ കരിമ്പെട്ടിയിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു കമ്പനിയെ പദ്ധതിയിൽ തിരികെ കയറ്റുകയും ചെയ്തു. താങ്കൾ ഒപ്പിടാൻ വിസമ്മതിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചത്? കളക്ടർ എന്നോട് തട്ടിക്കയറുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്തു. എന്റെ കയ്യിൽ നിന്ന് ഫയൽ തട്ടിപ്പറിക്കും പോലെ വാങ്ങി ഒപ്പിട്ട് നൽകുകയായിരുന്നു. അഴിമതി ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചതിന് എന്നോടെന്തോ പ്രതികാര ബുദ്ധിയുള്ളതുപോലെ. അതുകൂടാതെ എന്നെ പദ്ധതിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കി മേഡം തന്നെ അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഈ അഴിമതിക്കും ക്രമക്കേടിനും ഇപ്പോഴത്തെ ഈ കൂട്ടക്കുരുതിക്കും പിന്നിൽ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു ആണെന്നാണോ പറയുന്നത്? എന്ന് ഞാൻ പറയില്ല. അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെയും നിങ്ങളുടെയൊക്കെ ജോലിയാണ്. അതെ പ്രശാന്ത്, ചൈന കോളനിയിലെ കുട്ടികൾക്കുണ്ടായ ഭക്ഷ്യവിഷബാധ പുതിയ മാനങ്ങളിലേക്ക് കടക്കുകയാണ്. ചെറുമീനുകളല്ല, വമ്പൻ സ്രാവുകൾ തന്നെയുള്ള വലിയൊരു ക്രമക്കേടിന്റെ ചുരുൾ അഴിയുകയാണ് ഇവിടെ. കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനിയിൽ നിന്നും കോടികളുടെ കോഴപ്പണം പറ്റി ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ഗിനിപ്പന്നികളാക്കുകയും കൂട്ടക്കുരുതിക്ക് ഇരയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാഡം, ഇത്രയും കണ്ടത് മതി മാഡം. അനു, എന്നെ കുറിച്ചുള്ള വാർത്ത ഞാൻ കാണണ്ടേ? മാഡം ഇനി കുറച്ച് ദിവസത്തേക്ക് ചാനലുകളും പത്രങ്ങളും ഒന്നും കാണണ്ട. ഇതെല്ലാം ഒന്ന് ആറി തണുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങിയാൽ മതി. രാമേട്ട കാറ് തിരിക്കുക, നമുക്ക് മടങ്ങിപ്പോവാം. കാറ് തിരിക്ക് രാമേട്ട. നമ്മൾ കളക്ടറേറ്റിലേക്ക് പോകുന്നില്ല. ശരി. രാമേട്ട, കാറ് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. ഭക്ഷ്യവിഷബാധയേറ്റ ചൈന കോളനിയിലെ കുട്ടികളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക്. മോളെ, ഇറ്റ്സ് എൻ ഓർഡർ. ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ശരി മാഡം. മേഡം, ചൈന കോളനിയിലെ കുട്ടികൾക്കുണ്ടായ വിഷബാധയിൽ ഇപ്പോൾ മാഡം ആണല്ലോ കുറ്റാരോപിത. മാഡം, സംഭവവുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ മാഡം അമിത് ഗ്രൂപ്പ് എന്ന കോർപ്പറേറ്റ് കമ്പനിയിൽ നിന്ന് മാഡം കോടികളുടെ കോഴപ്പണം കൈപ്പറ്റിയെന്നാണ് പറയുന്നത്. മാഡം. അനുപല്ലവി, പ്ലീസ് നിങ്ങളൊന്ന് വഴിമാറ്. മാഡത്തിന് പോണം. മാഡം, ഒരു മിനിറ്റ് പ്ലീസ്. മാഡം, ചൈന കോളനിയിലെ കുട്ടികൾക്കിടയിലുണ്ടായ ഭക്ഷ്യവിഷബാധയെ പറ്റി മെമ്പർക്ക് എന്താണ് പറയാനുള്ളത്? മാഡം,
മാഡം, വലിയൊരു വഞ്ചനയ്ക്കും ചതിക്കുമാണ് ചൈന കോളനി നിവാസികൾ ഇരയായിരിക്കുന്നത്, പ്രത്യേകിച്ചും കുട്ടികൾ. ഈ ഒരു സന്ദർഭത്തിൽ കേരള ജനതയോട് എന്താണ് പറയാനുള്ളത്? കേരള ജനതയോടല്ല, എനിക്ക് കളക്ടർ മേഡത്തോടാണ് സംസാരിക്കാനുള്ളത്. മാഡം, നമുക്ക് പോവാം. നിൽക്കനോ? മാഡം, ഇവരൊന്നും വലിയ വിദ്യാഭ്യാസം വിവരം ഇല്ലാത്തവരാ. പണത്തിന് വേണ്ടി ഇവരുടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കിയെന്നുള്ള കാര്യങ്ങളാ ഇവരുടെ ചെവിയിൽ ഓതി കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ദേഷ്യത്തിലും ബോധക്കേടിലും അവരെന്തെങ്കിലും ചെയ്താ മാഡത്തിനെ നാണക്കേട്. ചാനലുകാര് ക്യാമറ തുറന്നു വെച്ച് നോക്കി നിൽക്കുന്നുണ്ട്. എല്ലാ കാലത്തേക്കും കിടക്കും ഈ മാനക്കേട്. മാഡം, ഞാൻ പറയുന്നത് കേൾക്ക്. നിൽക്കനോ? മുകളിലിരിക്കുന്ന ദൈവം തമ്പുരാൻ ചിലപ്പോൾ ചതിച്ചെന്നിരിക്കും. പക്ഷേ ശാലിനി മേഡം ഞങ്ങളെ പാവങ്ങളെ ചതിക്കില്ല. മെമ്പറെ, പക്ഷെ ഒരു കാര്യത്തിൽ മേഡം എനിക്ക് ഉറപ്പ് തരണം. ഞങ്ങളെ പോലുള്ള പാവങ്ങളെ രക്ഷിക്കാൻ വന്ന അവതാരമായിട്ട് ഞങ്ങൾ മേഡത്തെ കാണുന്നേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഈ ചതി ചെയ്തവരെ കണ്ടുപിടിക്കാനും വേണ്ട ശിക്ഷ കൊടുക്കാനും ഉള്ള കഴിവും ശേഷിയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് വേണ്ടി മേഡം അവരെ കണ്ടുപിടിച്ച് വേണ്ട ശിക്ഷ കൊടുക്കണം. വെറുതെ വിടാൻ പാടില്ല മേഡം ഒറ്റ ഒരുത്തിനെയും. അവര് കുഞ്ഞുങ്ങളല്ലേ, അവരോട് ഈ ചതി വേണ്ടായിരുന്നു. കണ്ടെത്തിയിരിക്കും മെമ്പറെ, കണ്ടെത്തി കണക്ക് പറയിക്കും. ഈ ശാലിനിക്ക് ജീവനുണ്ടെങ്കിൽ. പ്രശാന്ത്, ജില്ലാ ഭരണ സിരാ കേന്ദ്രത്തിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന അഴിമതിയുടെയും അവിശുദ്ധ ബന്ധങ്ങളുടെയും കഥകളാണ്. കോർപ്പറേറ്റ് മാഫിയയും ജില്ലാ ഭരണത്തലവൻ കൂടിയായ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവുമായുള്ള അഴിമതി കഥകൾ കൂടുതൽ പുറത്തുവരുന്ന സുപ്രധാന മുഹൂർത്തങ്ങളിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതെ പ്രശാന്ത്, കേരളം ഇപ്പോൾ കണ്ണും കാതും നട്ടിരിക്കുന്ന സുപ്രധാന വാർത്ത. ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ കറുത്ത കരങ്ങൾ തന്നെയാണ് കുട്ടികൾക്കിടയിലുണ്ടായ വിഷബാധയ്ക്ക് പിന്നിലെന്ന് വ്യക്തമാണ്. ചൈന കോളനിയിലെ കുട്ടികൾക്ക് മാത്രമാണ് വിഷബാധയുണ്ടായിരിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ്. അമിത് ഗ്രൂപ്പ് എന്ന വമ്പൻ കോർപ്പറേറ്റ് കമ്പനി ഏതാനും നാളുകൾക്ക് മുമ്പ് ചൈന കോളനി നിവാസികളെ ഒഴിപ്പിക്കാനും അവിടെ അനധികൃതമായി ഫ്ളാറ്റ് സമുച്ചയങ്ങൾ കെട്ടിപ്പൊക്കാനും ശ്രമിച്ചിരുന്നു. ഈ അനധികൃത ഇടപാടുകൾക്ക് ചുക്കാൻ പിടിച്ച മേയർ സുസ്മിത ഇപ്പോൾ ജയിലിലാണ്. ഇത് സംബന്ധിക്കുന്ന ഞെട്ടിക്കുന്ന ക്രമക്കേടിന്റെ കഥകൾ ചാനലിലൂടെ തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. അന്ന് സമര നായികയായി ചൈന കോളനി ഒഴിപ്പിക്കുന്നതിനെതിരെ മുൻനിരയിൽ നിന്ന ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു തന്നെയാണ് ഇപ്പോൾ അമിത് ഗ്രൂപ്പ് എന്ന കോർപ്പറേറ്റ് ഭീമന്റെ ദല്ലാളായി പ്രവർത്തിച്ചിരിക്കുന്നു എന്നതാണ് വൈരുദ്ധ്യാത്മകം. അതെ പ്രശാന്ത്, അന്ന് ചൈന കോളനി ഒഴിപ്പിക്കാൻ ശ്രമിച്ചത് അമിത് ഗ്രൂപ്പ്, അതിനെതിരെ മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചത് ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.